കേരള സർവകലാശാലയിൽ ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തെക്കുറിച്ചും വിചിത്രമായ കാര്യങ്ങൾ പുറത്തുവരികയാണ്. രണ്ട് തരത്തിലുള്ള മിനിറ്റ്സ് ആണ് കേരള സർവകലാശാലയിൽ ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് KS അനിൽകുമാർ സസ്പെൻഷനിലാണ് എന്നുള്ള കാര്യമാണ് VC പറയുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് പുതിയ ആൾക്ക് രജിസ്ട്രാർ ചുമതല നൽകിയത് എന്ന കാര്യത്തിലും വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങൾ, രണ്ട് തരത്തിലുള്ള മിനിറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. VC ഒപ്പിട്ട മിനിറ്റ്സിലും സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സിലും പരസ്പര വിരുദ്ധമായാണ് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. VC ഒപ്പിട്ട മിനിറ്റ്സിൽ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് കാരണമാണ് രജിസ്ട്രാറുടെ ചുമതല കൈമാറിയത് എന്നാണ് പറയുന്നത്. എന്നാൽ സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സിൽ സസ്പെൻഷനെ കുറിച്ച് പരാമർശവുമില്ല. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാർ വീണ്ടും അവധി അപേക്ഷയും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുകയാണ്. സാരംഗ്, വളരെ വിചിത്രമായ കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത്. KS അനിൽകുമാർ സസ്പെൻഷനിലാണെന്ന് VC ഉറപ്പിക്കുന്നുണ്ട്, പക്ഷേ സിൻഡിക്കേറ്റ് യോഗം അങ്ങനെ പറയുന്നില്ല. അതുമാത്രമല്ല, സസ്പെൻഷനിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അവധി അപേക്ഷ നൽകാൻ കഴിയുന്നത്? എന്താണ് ഇതിൽ വ്യക്തതയുള്ളത്? ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഇത്തരത്തിലൊരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. തുടക്കത്തിൽ തന്നെ ഈ ഇടത് സംഘടനകൾ, ഇടത് ഭാരവാഹികൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കില്ല എന്നടക്കമുള്ള ഒരു അറിയിപ്പ് അടക്കമുണ്ടായിരുന്നു. തുടർന്ന് ഇതിൽ പ്രതിഷേധമടക്കം, അതായത് ഈ ഒരു പുതിയ രജിസ്ട്രാർ, ഈ ഒരു സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിലൂടെ അല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മിനി കാപ്പൻ എങ്ങനെ ഈ ഒരു യോഗത്തിൽ വന്നു എന്നടക്കമുള്ള ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഈ ഒരു യോഗം തന്നെ നടന്നത്. സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ ദിവസം നടന്നത് തുടക്കത്തിലെ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലായിരുന്നു. ഒടുവിൽ ഇത്തരത്തിൽ മിനി കാപ്പനെ മാറ്റി മറ്റൊരു രജിസ്ട്രാറെ നിയമിക്കുകയും ഇതിലൊരു സമവായത്തിലെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ഈ ഒരു കേരള സർവകലാശാല വാർത്തകൾ നിറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട തർക്കം മാസങ്ങളോളമായി തുടരുകയാണ്. ഈ ഒരു സർവകലാശാലയുടെ ഭരണ സംവിധാനങ്ങളെ പോലും ഇത്തരത്തിൽ ഇത് ബാധിച്ചിരുന്നു. നിലവിൽ ഇതൊരു ഈ ഒരു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ചിട്ടുള്ള മിനിറ്റ്സും VC ഒപ്പിട്ടുള്ള മിനിറ്റ്സും തമ്മിൽ പരസ്പര വിരുദ്ധമായിട്ടാണുള്ളത്. കാരണം അനിൽകുമാറിന്റെ സസ്പെൻഷൻ കോടതി നടപടികളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുകൊണ്ട് തന്നെ അതിൽ ചർച്ച ചെയ്തിട്ടില്ല, അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇന്നലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം അറിയിച്ചതാണ്. പക്ഷേ VC ഒപ്പിട്ട ഈ ഒരു മിനിറ്റ്സിൽ ഈ ഒരു അനിൽകുമാർ സസ്പെൻഷൻ നേരിടുന്നതുകൊണ്ടാണ് ഈ ഒരു രജിസ്ട്രാർക്ക് മാറ്റം വരുത്തിയത്, രജിസ്ട്രാറെ പുതിയൊരു രജിസ്ട്രാറെ ചുമതലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു അവധിയിലടക്കം, ഇതിനു മുൻപടക്കം അവധിയിൽ ചെറിയ തരത്തിൽ VCയുമായി തർക്കം നടന്നിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ പുതുതായി ഒരു വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഈ അവധി അപേക്ഷ നൽകുകയായിരുന്നു VCക്ക്. അപ്പോൾ സസ്പെൻഷനിലുള്ള ഒരാൾക്ക് എന്തിനാണ് അവധി എന്ന തരത്തിൽ പരിഹാസ രൂപേണയാണ് ഈ ഒരു VC മറുപടി നൽകിയത്. ഇനിയും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. കാരണം സിൻഡിക്കേറ്റ് യോഗം, ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷമാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. ഈ ഒരു പുതിയ രജിസ്ട്രാർക്ക് ചുമതല നൽകിയതടക്കം സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തോടെ അല്ലായിരുന്നു, VCയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പുതിയൊരു രജിസ്ട്രാർക്ക് നിയമനം നൽകിയത്. അതടക്കം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. അതിലൊക്കെ ഒരു സമവായം ഇന്നലെ തന്നെ എത്തിയിരുന്നു. പക്ഷേ വീണ്ടും മിനിറ്റ്സിലൂടെ വീണ്ടും VCയും ഈ ഒരു സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഒപ്പം ഈ ഒരു രജിസ്ട്രാർ തമ്മിലുള്ള പ്രശ്നവും കൂടുതൽ സങ്കീർണതയിലേക്ക് കടക്കാനാണ് സാധ്യത. മഞ്ജുഷ്, അതായത് കേരള സർവകലാശാലയിൽ എന്തുകൊണ്ടാണ് പുതിയ രജിസ്ട്രാറെ നിയമിക്കേണ്ടി വന്നത്, രജിസ്ട്രാറുടെ ചുമതല പുതിയ ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നത് എന്ന് വിശദീകരിക്കുന്ന രണ്ട് മിനിറ്റ്സുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ മിനിറ്റ്സ്, രണ്ടാമത്തേത് സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ മിനിറ്റ്സിൽ VC ഒപ്പിട്ട മറ്റൊരു മിനിറ്റ്സ്. ഇങ്ങനെ രണ്ടെണ്ണം പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ VC ഒപ്പിട്ട മിനിറ്റ്സിൽ കാരണം പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരു രജിസ്ട്രാർ ചുമതല മറ്റൊരാൾക്ക് നൽകേണ്ടി വന്നു എന്നതിനെക്കുറിച്ച്. അതിലാണ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നാണ് ഇത്തരം ഒരു പുതിയ രജിസ്ട്രാർ നിയമനം വേണ്ടി വന്നത്. പുതിയ രജിസ്ട്രാർ നിയമനമല്ല, രജിസ്ട്രാറുടെ ചുമതല R രശ്മിക്ക് നൽകേണ്ടി വന്നത്. നേരത്തെ അത് മിനി കാപ്പനായിരുന്നു. പക്ഷേ മിനി കാപ്പനെ ആ ചുമതലയിൽ നിന്ന് മാറ്റി, മിനി കാപ്പൻ്റെ അഭ്യർത്ഥന പ്രകാരം മാറ്റി, പകരം R രശ്മിക്ക് ഈ ചുമതല നൽകി. അതിൻ്റെ കാരണം KS അനിൽകുമാർ എന്ന രജിസ്ട്രാറുടെ സസ്പെൻഷനാണ് എന്നാണ് വൈസ് ചാൻസലർ ഒപ്പിട്ട മിനിറ്റ്സിൽ പറയുന്നത്. പക്ഷേ സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ മിനിറ്റ്സ്, അതിൽ വൈസ് ചാൻസലറുടെ ഒപ്പില്ല. ആ മിനിറ്റ്സിൽ ഈ കാര്യം പരാമർശിക്കുന്നില്ല. KS അനിൽകുമാർ സസ്പെൻഷനിലാണ് എന്നുള്ള കാര്യം പരാമർശിക്കുന്നില്ല. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം എന്ന നിലയിലാണ് രജിസ്ട്രാറുടെ ചുമതല മറ്റൊരാൾക്ക് നൽകുന്നു എന്ന് പറയുന്നത്. വിചിത്രമായ കാര്യങ്ങൾ കേരള സർവകലാശാലയിൽ സംഭവിക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് സസ്പെൻഷനിലാണെന്ന് വൈസ് ചാൻസലർ തന്നെ പറയുന്ന KS അനിൽകുമാർ ഇപ്പോൾ അവധി അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിന് പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് വൈസ് ചാൻസലറും നൽകുന്നത്. കേരള സർവകലാശാലയിൽ വീണ്ടും വിചിത്രമായ കാര്യങ്ങൾ.